ബീഹാറിലേക്കാണ്. നമുക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ തീയതിയൊക്കെ പ്രഖ്യാപിക്കാനിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് എപ്പോഴായിരിക്കുമെന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അതിനിടയിൽ പുതുക്കിയ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ്. നമുക്കറിയാം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ വന്നിട്ടുണ്ടായതാണ്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനിരിക്കുന്നത്. പക്ഷേ അതിനിടയിലാണ് ഒരു നിർണായക റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബീഹാറിൽ ഏകദേശം 80,000-ഓളം മുസ്ലിങ്ങളുടെ വോട്ടുകൾ നീക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ്. അത് BJP ലെറ്റർ ഹെഡിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അങ്ങനെ ഒരു കത്ത് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരുടെ ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണ് അവിടെ നടക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. അജിംസ്, അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്താണ് ബീഹാറിൽ നടക്കുന്നത്? ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് അവരെ ഒന്ന് പരിചയപ്പെടുത്തണം ആദ്യം. കാരണം റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ അവർ ഈ ബീഹാർ SIR പ്രഖ്യാപിച്ചതിന് ശേഷം അവർ ഓൺ ഗ്രൗണ്ടിൽ നിന്ന് നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ എല്ലാവരും വായിക്കേണ്ടതാണ്. കാരണം ബീഹാറിൽ എന്താണ് നടക്കുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇതിനു മുമ്പും കുറേയധികം പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ബീഹാറിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു റിപ്പോർട്ടിലാണ് പ്രൂഫ് സഹിതം, എവിഡൻസ് സഹിതം അവർ റിപ്പോർട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ബീഹാറിൽ ഏതാണ്ട് 60 ലക്ഷത്തിലേറെ വോട്ടുകൾ നീക്കം ചെയ്തിട്ടുണ്ടെന്ന ആശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കരടിൽ 60 ലക്ഷം പേരുണ്ടാകുമോ ഇല്ലേ എന്ന ആശങ്ക നിൽക്കുകയാണ്. ആ നിൽക്കുമ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നതെന്നുള്ള എവിഡൻസ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഡാക്ക എന്ന് പറയുന്നത് ചമ്പാരൻ ജില്ലയിലെ ഒരു അസംബ്ലി മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ RJDയും BJPയും മാറി മാറി ജയിച്ചു വരുന്ന സ്ഥലമാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റിംഗ് MLA 2010 ഇലക്ഷനിൽ അവിടെ സ്വതന്ത്രമായിട്ട് JDUവിനെ തോൽപ്പിച്ചതാണ്. JDUവിനും BJPയും തോൽപ്പിച്ചതാണ്. സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ചതാണ്. ഒരുപക്ഷെ അദ്ദേഹം പിന്നീട് BJPയിലേക്ക് ചേക്കേറിയായിരുന്നു. അപ്പോൾ മാറി മാറി ജയിച്ചു വരുന്നൊരു മണ്ഡലം. അതായത് അവിടെ വോട്ട് സ്വിങ് ചെയ്യുന്നുണ്ട്. ഒരു വട്ടം RJD ജയിച്ചാൽ മറുവട്ടം BJP ജയിക്കുന്നു. അങ്ങനെയാണ് അവിടുത്തെ കഴിഞ്ഞൊരു 10 വർഷത്തെ പാറ്റേൺ. അങ്ങനെ ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA 10,000-ലേറെ വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ നല്ല മാർജിനിൽ ജയിച്ച ഒരു മണ്ഡലമാണ് BJP സംബന്ധിച്ച്. എന്തിനാണ് പിന്നെ ഈ 88,000 പേരെ നീക്കാൻ വേണ്ടി BJPയുടെ സ്റ്റേറ്റ് ഘടകത്തിൻ്റെ ലെറ്റർ ഹെഡിൽ തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ ഓഫീസർ കത്തയച്ചിരിക്കുകയാണ്. കത്തയച്ചു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ആ കത്തിൽ ലോകേഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ഒപ്പിട്ടുള്ളത്. ഈ ലോകേഷ് ആരാണെന്ന് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് അന്വേഷിക്കുകയാണ്. BJPയുടെ നേതൃത്വം അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരാൾ ഞങ്ങളെ ഇതിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവർക്ക് അങ്ങനെ ലെറ്റർ അയച്ചോ ഇല്ലേ എന്നുള്ളവരെ പറയുന്നത്. ഈ ലോകേഷ് എന്ന് പറഞ്ഞ ആരും നമ്മുടെ അടുത്തില്ല എങ്കിൽ അത് കൃത്രിമമാണ് എങ്കിൽ അവർ കേസ് കൊടുക്കണ്ടേ? അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ലോകേഷ് ആരാണ്? ഇല്ലാത്ത പേരുകളിലാണോ ഇങ്ങനെ കത്തയക്കുന്നത്? ഇനി അതിലേറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു എവിഡൻസ് ഈ 78,000 സംതിങ് ആളുകൾ 80,000-ഓളം മനുഷ്യരുടെ എപ്പിക് നമ്പർ ഉൾപ്പെടെ അവർ ലിസ്റ്റ് സഹിതമാണ് ഇത്ര നീക്കം ചെയ്യണമെന്ന് ലിസ്റ്റ് സഹിതമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അവിടെയാണ് യഥാർത്ഥമുള്ള പ്രശ്നം. കാരണം ഈ SIR വരുമ്പോൾ ഇതിൻ്റെ ഡ്രാഫ്റ്റ് ഇറങ്ങിയിരുന്നു. മുമ്പുണ്ടായിരുന്ന ആ ഡ്രാഫ്റ്റ് ഉൾപ്പെടെ വോട്ടർ പട്ടിക തങ്ങൾക്ക് ഡിജിറ്റലി റീഡ് ചെയ്യാൻ പാകത്തിന് തരണം എന്നാണ് പ്രതിപക്ഷം, ഇന്ത്യ സഖ്യം നിരന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ബീഹാറിൽ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത് എന്താ? നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി നോക്കാമല്ലോ, നിങ്ങൾക്ക് എപ്പിക് നമ്പർ അടിച്ച് നിങ്ങളുടെ വോട്ടുണ്ടോ എന്ന് നോക്കാം. അത് ശരിയാണ്. ഇപ്പം എനിക്ക് അവിടെ വോട്ടുണ്ടെങ്കിൽ എനിക്ക് വോട്ടുണ്ടോ എന്ന് ആ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കിയാൽ കിട്ടും. എൻ്റെ വോട്ടില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും. പക്ഷെ പ്രശ്നം അതല്ല. ഈ 78,000 പേരുടെ പേര്, എപ്പിക് നമ്പർ, വിലാസം എന്തുകൊണ്ട് ഇവരെ വോട്ടർ ലിസ്റ്റിൽ നീക്കണം എന്ന് സഹിതം വിശദമായ ലിസ്റ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP അയച്ചത്. BJPയുടെ ലെറ്റർ ഹെഡിൽ ഒപ്പിട്ട് അയച്ചിട്ടുള്ളത്. എങ്കിൽ BJPക്ക് എങ്ങനെയാണ് മെഷീൻ റീഡബിൾ അല്ലാത്ത, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കാത്ത ഈ ലിസ്റ്റ്, ഈ 78,000 പേരുടെ, അതും മുസ്ലിം വോട്ടർമാർ മാത്രം, അതെങ്ങനെയാണ് തെരഞ്ഞു പിടിച്ച് അവർക്ക് ആ എപ്പിക് നമ്പർ സഹിതം ഈ ലിസ്റ്റ് കൊടുക്കാൻ കഴിയുക? ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ അവർക്ക് ഈ വോട്ടർ പട്ടിക കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിലവിൽ കൊടുത്തിട്ടുള്ള വോട്ടർ പട്ടിക, അതായത് കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കൊക്കെ കൊടുക്കുന്ന വോട്ടർ പട്ടിക അവർ അതികഠിനമായ പ്രയത്നത്തിലൂടെ അതിൽ നിന്ന് മുസ്ലിം വോട്ടർമാരെ മാത്രം തിരിച്ച്, അതിൽ നിന്ന് വെട്ടിക്കളയേണ്ടവരുടെ പേര് വെട്ടിത്തിരിച്ച് തരംതിരിച്ചെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തു. അത് മനുഷ്യസാധ്യമല്ല. കാരണം നമുക്കറിയാം, മഹാദേവ്പുരയിലെ വോട്ടർ പട്ടികയിൽ നിന്ന്, മഹാദേവ്പുര എന്ന അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് അതിലധികമായി ചേർത്തവരുടെയും ഡിലീറ്റ് ചെയ്തവരുടെയും പട്ടിക തയ്യാറാക്കാൻ ഇവർക്ക് 6 മാസം എടുത്തു. ഇവിടെ SIR പ്രഖ്യാപിച്ചിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. SIR പ്രഖ്യാപിച്ചിട്ട് 2 മാസം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന ഈ പ്രോസസ്സിൽ 13 ദിവസം മുമ്പ് മാത്രമാണ് ഇവർ 78,000 പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. എങ്കിൽ അത് മനുഷ്യസാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലെയറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ,
എങ്ങനെയാണ് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള വോട്ടർ പട്ടിക BJP കിട്ടിയത്? അവരെങ്ങനെയാണ് ആ പട്ടിക തയ്യാറാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇങ്ങനെയൊരു കത്ത് കിട്ടി അപ്പോൾ എൻ മാസമായിട്ട് 78,000 വോട്ടറെ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു പ്രശ്നമുണ്ടല്ലോ. ഒരു മണ്ഡലത്തിലെ 78,000 അവിടെ ആകെ ഉള്ള വോട്ടർമാരുടെ 40% മറ്റുമാണ് ഈ നീക്കം ചെയ്യാൻ പറയുന്നത്. 40 അവിടെ 2 ലക്ഷം വോട്ടർമാരോ മറ്റാണ് ഉള്ളത്. എന്നാലും ആലോചിച്ച് നോക്കുക, ഈ 78,000 വോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ വോട്ടല്ല. അങ്ങനെ വോട്ട് നീക്കം ചെയ്യണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട് അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രശ്നമില്ലേ? ഇങ്ങനൊരു കത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർ സമ്മതിക്കുന്നുണ്ട്, അവിടുത്തെ ജില്ലാ വരണാധികാരി പോലത്തെ ഒരാൾ സമ്മതിക്കുന്നുണ്ട് എങ്കിൽ അവർക്കതിലൊരു പ്രശ്നമില്ലേ? ഇങ്ങനെ ഒരു പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കതിൽ നടപടി വേണ്ടേ എന്ന് മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരാളെ തെറ്റായ കാരണം ചൂണ്ടിക്കാട്ടി ഒരാളെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് തന്നെ കുറ്റകരമാണ്. എങ്കിൽ ഈ കത്തയച്ച ആൾക്കെതിരെ കുറ്റമാണ്. അതുകൊണ്ടാണ് ഈ ലൊക്കേഷൻ അറിയില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളില്ലല്ലോ, ഞങ്ങളുടെ കത്തയച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കൃത്യമായും ഈ റിപ്പോർട്ടിംഗ് കാണിക്കുന്നത് കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ ഒത്തു കളിക്കുന്നുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണിത്. അല്ലെങ്കിൽ ഈ മറുപടി നൽകണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം. എങ്ങനെയാണ് 78,000 പേരുടെ ലിസ്റ്റ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എടുത്തത്? അതിനുവേണ്ടി പ്രത്യേകം എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടോ? അങ്ങനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർദ്ധാരണം ചെയ്യാവുന്ന ഒന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കൊടുത്തിട്ടുള്ള വോട്ടർ പട്ടിക? അതും അങ്ങനെ തന്നെയാണോ എന്നുള്ള ക്വസ്റ്റിനൊക്കെ ഒരുപാട് ക്വസ്റ്റിന് മറുപടി പറയുന്നുണ്ട്. എന്തായാലും അതൊരു സ്പെസിമനാണ്. ഇപ്പോൾ ഢാക്ക എന്ന് പറയുന്ന ഈ മണ്ഡലത്തിൽ നടന്നൊരു സ്പെസിമനാണ്. നിലവിൽ സുപ്രീം കോടതിയിൽ ഇതിൻ്റെ കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരെ എൻമാസമായിട്ട് 60 ലക്ഷം പേരെ ഒഴിവാക്കി എന്നുള്ള ആക്ഷേപത്തിന് ഒരു ഉദാഹരണമാണ് ഒരു മണ്ഡലത്തിലെ 80,000 പേര്. അങ്ങനെയാണ് മറ്റു മണ്ഡലത്തിലെ കൂട്ടി എത്ര ലക്ഷം പേരെ ഒഴിവാക്കിയിട്ടുണ്ടാവും എന്നുള്ള ക്വസ്റ്റ്യൻ നിൽക്കുന്നു. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ബീഹാറിൽ ഇങ്ങനെ കളിക്കുകയാണ്, ഇപ്പോൾ കേരളത്തിലെ SIR നടക്കാൻ പോവാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് നടക്കും. ഇത്ര പരസ്യമായി, അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത പോലും പൊയ്ക്കോട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത പൊയ്ക്കോട്ടെ, അതിലൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന പാർട്ടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ അവർ നനഞ്ഞിറങ്ങുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഇതുവരെ ഒരു അറച്ചറച്ചാണ് നിന്നതെങ്കിൽ അവർ നനഞ്ഞിറങ്ങുകയാണ്. ഇതുവരെ എന്താണ് പറഞ്ഞത്? നിങ്ങൾ EVM കുറ്റം പറയരുത്, EVM നല്ലതാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയരുത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ തെരുവിലിറക്കരുത്, ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുത്, ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രാജ്യദ്രോഹം നടത്തരുത്, ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്നതൊക്കെ വൃത്തിയായിട്ടാണ് നടക്കുന്നത്, നിങ്ങൾ വെറുതെ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന BJP ഇപ്പോൾ ഇനി അല്പം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത പൊക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ജയിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ദേ ആർ ടു മച്ച് ഡെസ്പറേറ്റഡ് എന്നേ പറയാനുള്ളൂ. നിഷാദ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയൊക്കെ എന്നോ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഓരോ ദിവസവും ഓരോ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? അത് ഈ പുറത്തു വരുന്ന വിവരങ്ങളുടെ ഒരു കൗതുകമുണ്ട്. അതറിയോ, ഈ BJP സമീപകാലത്തായി പ്രധാനപ്പെട്ട എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. BJP വലിയ തോതിൽ ഹേറ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് വിജയിക്കുന്നു, അല്ലെങ്കിൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് വിജയിക്കുന്നതാണ് നമ്മൾ ഇത്രയും കാലം കരുതിയിരുന്നെങ്കിൽ BJP ഒരു തെരഞ്ഞെടുപ്പിന് എത്ര കാലം മുമ്പ് ഏതൊക്കെ തരത്തിലുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്. സാധാരണ നമ്മൾ വിചാരിക്കുന്നതാണ് BJP തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഭയങ്കരമായിട്ട് വെറുപ്പ് പ്രസംഗിക്കും, മുസ്ലിം വിരുദ്ധത പ്രസംഗിക്കും. ആ മുസ്ലിം വിരുദ്ധതയുടെ ഒരു ഉന്മാദാവസ്ഥയിൽ ആളുകൾ പോയി BJPക്ക് വോട്ട് ചെയ്യും, അവരങ്ങ് ജയിക്കുന്നു. അതിനെ തടുക്കാൻ നമ്മുടെ കയ്യിൽ മാർഗ്ഗമൊന്നും ഇല്ലോ എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നെങ്കിൽ അങ്ങനല്ല. BJP നല്ല പണിയും ആഴ്ചകൾക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പേ ഓരോ മണ്ഡലവും കേന്ദ്രീകരിച്ച് എടുക്കുന്നുണ്ട്. ആ പണിക്കകത്ത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരെ സഹായിക്കുന്നുണ്ട്. അതിനുശേഷം അതിനൊരു നമ്മൾ ഫൈനൽ പോളിഷ് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ അവസാനത്തെ റിസ്ക് ഒഴിവാക്കാനുള്ള ഒരു ചെറിയ പണി മാത്രമാണ് മോദിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വർഗീയ പ്രസംഗം. അതുകൊണ്ടല്ല അവർ ജയിക്കുന്നത് നമുക്കിപ്പം മനസ്സിലാവുന്നു. കാരണം നമ്മുടെ പണിയെല്ലാം ഓക്കെ ആണല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലോ, എങ്കിലും കുറച്ച് വർഗീയത പറഞ്ഞേക്കാം, റിസ്ക് ഒഴിവാക്കിയേക്കാം, അതിനാണ് വർഗീയത പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന സംഗതി എന്താണ്? ഇപ്പം നേരത്തെ പറഞ്ഞു, ഈ 70,000 പേരെ 75,000-ലധികം ആൾക്കാരെ ഒഴിവാക്കാൻ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമെടുത്തതിന് ശേഷം ആളുകൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എന്താ പറയുന്നത്, ഒബ്ജക്ഷൻ ഉന്നയിക്കാമല്ലോ. അത് ഉന്നയിക്കാൻ ആദ്യത്തെ 65 ലക്ഷം പേരെ പുറത്താക്കിയ കൂട്ടത്തിൽപ്പെടുത്ത 70,000. 65 ലക്ഷം പേരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചില്ല, സുപ്രീം കോടതി പോകേണ്ടി വന്നു. 65 ലക്ഷം പേരെ ഒഴിവാക്കിയിട്ട് 65 ലക്ഷം പേരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുകയോ അവർക്കതിനകത്ത് പ്രശ്നം ഉന്നയിക്കാനുള്ള അവസരമില്ലാതായിപ്പോയി. കർണാടകയിലെ സംഭവം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഒരാളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ എന്താ വേണ്ട? അമൃതയെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ട് എനിക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാം, ഓൺലൈനിലും ഓഫ്ലൈനിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. അമൃത ഇവിടെ താമസിക്കുന്നില്ല, അമൃതയുടെ വിലാസം വ്യാജമാണ്, അമൃത വിദേശിയാണ്, അല്ലെങ്കിൽ അമൃതയ്ക്ക് ഇരട്ട വോട്ടുണ്ട്, അമൃത മരിച്ചുപോയി, ഈ 4-5 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
എനിക്കൊരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ ഫയലിൽ നിന്ന് ആപ്ലിക്കേഷൻ BLOയ്ക്ക് കൈമാറും. BLO നാട്ടിൽ വന്ന് പരിശോധിക്കണം, ഇയാൾ ഇവിടെ ഉണ്ടോ, ഇയാൾ ശരിയായ വിലാസക്കാരനാണോ. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ നടപടി പൂർത്തിയാക്കിയിട്ട് ഈ ആപ്ലിക്കേഷൻ തള്ളുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷനുള്ള സംഗതിയാണെങ്കിൽ ആപ്ലിക്കേഷൻ അയച്ച ആൾക്കും ഈ ഒഴിവാക്കണമെന്ന് ആരെക്കുറിച്ചാണോ ആവശ്യപ്പെടുന്നത് അയാൾക്കും കമ്മീഷൻ നോട്ടീസ് അയക്കും. ആ രണ്ടുപേരെയും ഹിയറിങ്ങിന് വിളിക്കും, രണ്ടുപേർക്കും പറയാനുള്ളത് കേൾക്കും, കേട്ടതിന് ശേഷമാണ് തീരുമാനമെടുക്കുക. ഇത്ര വലിയൊരു പ്രോസസ് ഇവിടെ പൂർത്തിയാവാനുണ്ട്. എന്നിട്ട് വ്യാജമായ ആരോപണമാണ് ഞാൻ ഉന്നയിച്ചെങ്കിൽ എനിക്കെതിരെ നടപടിയെടുക്കാനും ഞാൻ പോയി ജയിലിൽ കിടക്കാനും വ്യവസ്ഥയുള്ള ജനപ്രാതിനിധ്യ നിയമം ഈ രാജ്യത്തുണ്ട്. പക്ഷേ കർണാടകയിൽ ആൾക്കാരുടെ വോട്ട് വെട്ടിക്കളയാൻ വേണ്ടി പൊട്ടയെന്ന് ആപ്ലിക്കേഷൻസ് വന്നു, ടക്കയെന്ന് തീരുമാനമെടുത്തു. അതിനകത്ത് വേറെ ഹിയറിങ്ങിനും സമയമില്ല, BLOമാർ പോയി പരിശോധിക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. പുലർച്ചെ 4:30-ക്കൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യപ്പെടുന്നത്. 34 മിനിറ്റ് കൊണ്ടും 36 മിനിറ്റ് കൊണ്ടും സംഗതി തീരുമാനമാവുകയാണ്. ആരാണ് എൻ്റെ വോട്ട് വെട്ടിയതെന്ന് അന്വേഷിക്കുന്നു. ആരൊരു കോൺഗ്രസിലെ ബൂത്ത് പ്രസിഡന്റ്, അയാളുടെ അമ്മാവൻ്റെ വോട്ട് പോയി, അമ്മാവനോട് ഉണ്ടല്ലോ. അന്വേഷിച്ച് പോയപ്പോഴാണ് അമ്മാവൻ്റെ വീട്ടിന് അപ്പുറത്തുള്ള ആളാണ് അമ്മാവനെതിരെ ഈ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അമ്മാവൻ്റെ വീട്ടിന് അപ്പുറത്തെ ആളെ വിളിച്ച് ചോദിക്കും, നിങ്ങൾ അതിന് ആപ്ലിക്കേഷൻ? ഞാൻ കൊടുത്തിട്ടില്ല. അയാൾക്കും അറിയില്ല. എവിടെ നിന്നൊക്കെയോ കർണാടകയ്ക്ക് പുറത്തുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് എവിടെ നിന്നൊക്കെയോ ആൾക്കാർ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. ഒരു പരിശോധനയുള്ള ആൾക്കാരെ എടുത്തു കളയാണ്. ഞാൻ നേരത്തെ ഇതിനും പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ ബീഹാറിൽ വരുന്ന ആരോപണം അവർക്ക് വോട്ട് ചെയ്യാൻ ഒരു സാധ്യതയില്ലെന്ന് അവർ മനസ്സിലാക്കുന്ന സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ആൾക്കാരെ വെട്ടിക്കളയാണ്. ഞാൻ മുമ്പോടെ പറഞ്ഞു, 2019 സബ്യസാജി സിംഗ് എന്ന് പറഞ്ഞ ഒരു അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ 2019 അന്ന് ഈ മാതിരി തെരഞ്ഞെടുപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണമില്ല. അന്ന് ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പവും സംശയങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഹേറ്റ് പ്രോജക്റ്റും, അതല്ലാതെ ഈ ആസൂത്രണത്തെക്കുറിച്ച് വിശദമായ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് അദ്ദേഹം പറഞ്ഞു, അതായത് മുസ്ലിങ്ങൾ, ദലിതുകൾ, പ്രത്യേക OBC വിഭാഗങ്ങൾ, അവിടെയൊക്കെ BJPക്ക് വോട്ടില്ലാ സ്ഥലങ്ങളിലെ ആളുകളെ ആസൂത്രിതമായി വെട്ടിക്കളയും. അതായത് മുസ്ലിം വോട്ടുകളാണ് ഭൂരിപക്ഷം വെട്ടിക്കളയുക, അവർ നമുക്ക് നേരെ വോട്ട് ചെയ്യില്ലല്ലോ എന്ന് മാത്രമല്ല അദ്ദേഹം കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷമാകുമ്പോഴത്തേനും പെട്ടെന്ന് ഈ ടേൺ ഔട്ട് ഷൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നാരോ മാർജിനിൽ ജയിക്കുമ്പോൾ നടക്കുന്ന ചില അസാധാരണതകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അശോക യൂണിവേഴ്സിറ്റിയിലെ പണിയും പോയി, എല്ലാം പോയി, പണിയോട് നിർത്തി പോകേണ്ടി വന്നു. പക്ഷേ ആ റിപ്പോർട്ട് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്, എന്തൊക്കെ തരത്തിലുള്ള ആലോചന അതിനകത്ത് നടക്കുന്നുവെന്ന്. അപ്പോൾ അതാണിപ്പോൾ കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ നടന്ന ഏർപ്പാട് 6 മാസത്തെ പരിശോധനയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നപ്പം എന്തൊക്കെ പണിയാണ് ശരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുകയാണ്. ഇതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇപ്പം ബീഹാറിൽ 75,000 വോട്ട് വെട്ടിക്കളയാനുള്ള ആപ്ലിക്കേഷൻ വന്നു. ഒരു BLO ഒക്കെ രാവിലെ 10-15 എണ്ണം ഡെയിലി കൊടുക്കുകയാണ്. BJP നേതാവിൻ്റെ ലെറ്റർ ഹെഡിൽ കൊടുക്കുന്നു, BLO 10-15 എണ്ണം ഡെയിലി കളയാൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഡിജിറ്റൽ കോപ്പി കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തന്നെയും ഓരോ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള മുസ്ലിം വോട്ടേഴ്സ് ആരൊക്കെയാണ് എന്ന് എനിക്കറിയാമല്ലോ. എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് അവരുടെ മൊത്തം വോട്ട് വെട്ടാൻ. ഞാൻ ഇറങ്ങുന്നു, മൊത്തം മുസ്ലിം വോട്ടേഴ്സിൻ്റെ പേര് നോക്കുന്നു, വെട്ടാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, എതിർപ്പൊന്നും ഇല്ലാതെ കളയുന്നു. അപ്പോൾ ഇത് ബൾക്കായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും ഞങ്ങൾ എടുക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ അവരെ മറുപടി കൊടുത്തിരുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പക്ഷേ കളഞ്ഞോ ഇല്ല എന്നുള്ള സ്റ്റാറ്റസ് അറിയില്ല. ഇത് പ്രസിദ്ധീകരിക്കണ്ടേ? എവിടെയാണ് കളഞ്ഞിട്ടുണ്ടെന്നുള്ളത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി പറയുന്നത് എല്ലാവർക്കും വെബ്സൈറ്റിൽ പോയി പരിശോധിക്കാമെന്നാണ്. വെബ്സൈറ്റിൽ പോയി അതിനെ വർഗ്ഗീകരിച്ചെങ്ങനെ മനസ്സിലാക്കാം കോമൺ മാൻ കഴിയുന്നൊരു ചോദ്യത്തിനൊന്നും ആൻസർ ചെയ്തിട്ടില്ല. നോക്കൂ, അവിടെ ആധാർ കാർഡ് കൊണ്ടുവന്നാൽ നിങ്ങളെ ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതി ഞാൻ എന്ത് വർത്താനം നിങ്ങൾ പറഞ്ഞത്? ആധാർ കാർഡിയുടെ സകല കാര്യത്തിനും മാൻഡേറ്ററി ആക്കിയിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ് ഇതിന് പറ്റില്ലെന്നോ? ആധാർ കാർഡ് ചേർക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിയമ ലോജിക്കിൽ സുപ്രീം കോടതിക്ക് മനസ്സിലായി ആധാർ കാർഡ് വേണം. ആ നിയമ ലോജിക്ക് എന്തുകൊണ്ടാണ് കമ്മീഷനില്ലാതെ പോയത്? ഒറ്റ ആലോചനയിൽ ആർക്കും പറയാവുന്ന ആധാർ കാർഡ് ഉപയോഗിക്കാവുന്ന സുപ്രീം കോടതിക്ക് മനസ്സിലായല്ലോ. സുപ്രീം കോടതിയിൽ ഇവിടുത്തെ പരമോന്നത നീതി പരിശോധനാ സംവിധാനം അവർക്ക് മനസ്സിലായ കാര്യം ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? ഇതും ഭരണഘടനാ സ്ഥാപനമാണല്ലോ. അപ്പോൾ ഇത് വെട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വലിയ ഗ്രാൻഡ് ഡിസൈൻ ആസൂത്രണം പ്രവർത്തിക്കുന്നുണ്ട്. അത് കുറേ കാലമായി രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. ഇപ്പോഴാണ് അത് പിടിക്കപ്പെട്ടത്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ടീമും 6 മാസം കുത്തിയിരുന്ന് പണിയെടുത്തപ്പോൾ ശരിക്കുള്ള കളി എന്താണെന്ന് മനസ്സിലാവുകയും അതിൻ്റെ പല അടരുകൾ നമുക്കിപ്പം തെളിവുകളോടെ ബോധ്യപ്പെടുകയും ചെയ്യാണ്. അത് നേരത്തെ അജിംസ് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിച്ചോ, ഞങ്ങൾക്കൊന്നുമില്ല. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കള്ളത്തരം പിടിക്കപ്പെട്ടല്ലോ. കോടാനുകോടി രൂപ BJP അടിച്ചെടുത്തില്ലേ? BJPയുടെ ആൾക്കാർ പോകുന്നു, ED അങ്ങോട്ട് പോകുന്നു, ഒരു കമ്പനി റെയ്ഡ് ചെയ്യുന്നു, കമ്പനിക്കാർ കൊണ്ട് പൈസ BJP ഓഫീസിൽ അടയ്ക്കുന്നു, കമ്പനി റെയ്ഡും എല്ലാം നിൽക്കുന്നു. എല്ലാവർക്കും മനസ്സിലായതല്ലേ? വല്ലതും സംഭവിച്ചോ? അവർ നടത്തുന്ന ഹേറ്റ് പ്രോജക്റ്റ് ആയാലും റഫാൽ യുദ്ധവിമാനം അതിൻ്റെ അഴിമതി മനസ്സിലായോ? അതായത് 100 രൂപയ്ക്ക് നമ്മൾ 10 വിമാനം വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു. മോദിജി വരുന്നു, അദ്ദേഹം 5 വിമാനം മതി, 200 രൂപ തരാം എന്നവരോട് പറഞ്ഞു. അതാണ് ശരിക്കും സിമ്പിളായി പറഞ്ഞാൽ. അതിന് വല്ല കുഴപ്പമുണ്ടായോ? വില എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടത് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഫുൾ ഓപ്ഷനാണ്. ഈ വേരിയൻ്റ് അല്ല മൻമോഹൻ സിംഗ് ഓർഡർ ചെയ്തിരുന്നു എന്നൊക്കെയാണ്. 100 രൂപയ്ക്ക് 10 എണ്ണം, ഇവിടെ 5 രൂപയ്ക്ക് 200 എണ്ണം വേഗം കിട്ടും, ഫ്രീ ഫാസ്റ്റ് ഡെലിവറിക്കൊക്കെ വേണ്ടി അധികം പൈസ കൊടുത്തു പോലെ. അതിൻ്റെ പൈസ എത്രയെന്ന് ചോദിക്കുമ്പോൾ അത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഏത് മറ്റ് പല രാജ്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്, UAE പോലും. അവിടെയൊക്കെ നമുക്ക് പോയി ഇൻ്റർനെറ്റ് നോക്കിയാൽ വില അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ പറയാൻ പറ്റില്ല, കോടതി പറഞ്ഞ മറുപടിയാണ്. അപ്പോൾ ഈ നിലയ്ക്ക് എല്ലാ തരത്തിലും എക്സ്പോസ്ഡ് ആയതിനു ശേഷവും ഞങ്ങൾക്കൊരു ചുക്കുമില്ല, ഞങ്ങളിതൊക്കെ ചെയ്യും, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയില്ലേ? ആ ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ദീർഘദൂരം പോവില്ല.
അല്ലെങ്കിൽ അതിന് സമീപകാലത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്ര ആശയത്തിനുണ്ടാക്കാൻ പോകുന്ന പരിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ ബോധമുള്ള ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവരാലോചിക്കട്ടെ ഞാൻ പറയുള്ളൂ. ശരി, ഏതായാലും ഈ പറഞ്ഞതുപോലെയുള്ള കൃത്യമായ ആസൂത്രണങ്ങളൊക്കെ പിന്നിൽ നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി. ഇപ്പോഴാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്.